Good morning, guys. Hi, hello. It's me, Anjiti. So, welcome back to my YouTube channel. അപ്പോൾ ഇന്നത് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ എണീക്കുന്നേ ഉള്ളൂ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എണീച്ചത്. ഇനി ഒന്ന് അമ്പലത്തിൽ പോകണം. കുറേ ദിവസമായി വിചാരിക്കുന്നു. ഒന്ന് അമ്പലത്തിൽ പോകണം. എന്നിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വേഗം കുളിച്ചേക്കാം. നമ്മളിതേ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇനി ഇതേ രാവിലെ ചായക്ക് പുട്ടും ചെറുപയറുമാണ്. പുട്ടും ചെറുപയറും ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്ത് നേരെ അമ്പലത്തിൽ പോകണം കേട്ടോ. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇതേ കുറച്ച് ചെറുപയറേ ഉള്ളൂ കേട്ടോ. കാരണം ചേട്ടനും ഞാനും മാത്രമേ ഉള്ളൂ. അമ്മയും അച്ഛനൊക്കെ എടുത്തമ്മയുടെ അനിയൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയതാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. നമ്മളതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. ഇനി അമ്പലത്തിലേക്ക് പോകാൻ പോവാണ്. കുറച്ച് ലേറ്റായി. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നത്. ഒരു ബ്ലാക്ക് കര വരുന്ന സെറ്റും കൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് നേരെ അമ്പലത്തിൽ നിന്ന് കാണാം. അമ്പലത്തിലെത്തി തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉള്ളത്തെ ഒന്നും എടുത്തിട്ടില്ല, കാരണം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ കുളം എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ കുളമാണ് കേട്ടോ. അത്യാവശ്യം വലിയ പഴക്കമുള്ള അമ്പലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇതിൻ്റെ വരുന്നത്. ഇതിൻ്റെ മുന്നേ ഒരു തവണയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ മീനൊക്കെ ഉള്ള കുളമാണേ. അത്യാവശ്യം നല്ല വലിയ അമ്പലക്കുളമാണ് കേട്ടോ. ഇത് ഈ ഭാഗമാണ്. ഇതിൻ്റെ മുകളിൽ കയറി വരുന്ന ഭാഗത്താണ് ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ എടുത്ത് കണ്ടില്ലേ, ആ ഭാഗം. കുറച്ച് മേലെ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുള്ള നല്ല ആംബിയൻസ് ഉള്ളൊരു ടെമ്പിളാണ് കേട്ടോ. നോക്കിക്കേ, ഇതാണ് ഇതിൻ്റെ മേലേക്ക് സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെയാണ് ആ സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് സെൻറ്ററിലാണ് ഈ കുളം വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു പഴയ ലുക്കുള്ളൊരു അമ്പലമാണ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. പക്ഷേ ആ അമ്പലത്തിൻ്റെ തൊട്ട് പിന്നിലെ കാണാൻ നല്ല ഭംഗിയുള്ള പാടും ഒരു ചെറിയ ഊജാലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെയിൽ വരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ മഞ്ഞും ഉണ്ട്. നോക്കിക്കുക, നല്ല അടിപൊളി വ്യൂ ആണ്. ഫുള്ള് പാടാണ്. ഇവിടെ ഒരു ചെറിയൊരു നീരുറവ പോലെ ചെറിയൊരു ഊജാല ഉണ്ട് കേട്ടോ. തൊട്ട് പിന്നിലാണ് നമ്മളെ അമ്പലത്തിൻ്റെ കുളം ഉള്ളത്. ഇവിടെ ഫുള്ള് പാടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പാടമുണ്ട്, വെണ്ട കൃഷിയുണ്ട്, അതിൻ്റെ ഇടയിൽ തെങ്ങന്തോടുണ്ട്. തെങ്ങന്തോപ്പുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ അത് പറയണ കേൾക്കുമ്പോൾ ഇതൊന്നും കാണാത്തതാണെന്നല്ലേ. പക്ഷേ ഇത്രയും നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ ഒരു പാലമുണ്ട്, ചെറിയൊരു പാലം. ഒരു തനി നാടൻ ലുക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത് എനിക്ക് നടുവിൽ കുറച്ച് 4-5 തെങ്ങുകളിലൊരു നമ്മുടെ ഐലാൻഡൊക്കെ പോലെയുള്ള ഒരു ഏരിയ പാടത്തിൻ്റെ നടുക്ക് തന്നെ ഉണ്ട്. നല്ല അടിപൊളി ആംബിയൻസാണ് കേട്ടോ. ഞാൻ വന്നിട്ടുണ്ടെന്നല്ലാണ്ട് ഫസ്റ്റ് വന്നു, പക്ഷെ അമ്പലത്തിൽ കയറി തൊഴുതു ഇറങ്ങി എന്നല്ലാണ്ട് ഇവിടെ ഒന്നും ഞാൻ വന്നിട്ടില്ല കേട്ടോ. പാടത്ത് അവിടെ 2 കർഷകരുണ്ട് കേട്ടോ. അവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവിടെ. വെയിലിങ്ങനെ വരുന്നുണ്ട്. നോക്കിക്കേ, എന്ത് ഭംഗിയാണല്ലേ. ഗായ്സ്, ഇതാണ് നമ്മൾ വന്ന അമ്പലത്തിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ. വന്ന സമയത്ത് ഇത് എടുക്കാൻ നേരം കിട്ടിയില്ല. പെട്ടെന്ന് നേരം വഴുകും വിചാരിച്ച് തൊഴുകാതെ കയറിയതാണ്. അപ്പോൾ നല്ല അടിപൊളി എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നേരം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു എൻട്രൻസാണ്. ഇതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ അമ്പലങ്ങൾ ഫുള്ള് കല്ല് പതിച്ച അങ്ങനത്തെ അമ്പലങ്ങളാണ്. പക്ഷേ ഇവിടെ ഫുൾ അധികവും വെട്ടുകല്ലും കാര്യങ്ങളൊക്കെയാണ്. പഴയ ടച്ച് വരുന്ന അമ്പലമാണ്. നില ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ്.
അപ്പോൾ നമ്മുടെ ഈ ശിവൻ്റെ അമ്പലമുള്ളത് പുൽപ്പറ്റയാണ് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ വന്ന് നോക്കുക, കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ചുറ്റും എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, പാടവും അല്ലെങ്കിൽ ഫുള്ള് പച്ചപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു അമ്പലമാണ്. അപ്പോൾ നമുക്ക് കാമായിട്ട് തൊഴുതു പോകാൻ പറ്റും. അതുപോലെ തന്നെ നല്ല പോസിറ്റിവിറ്റി ഉള്ളൊരു അമ്പലം കൂടെയാണ്. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ വന്ന് നോക്കാം കേട്ടോ. നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാൻ പാടാണ്. വീട്ടിൽ ചെന്നിട്ട് ചായ കുടിച്ച് അടുത്ത പരിപാടിയിലേക്ക് കിടക്കണം. അപ്പോൾ ബായ്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിരുന്നു പുട്ടുണ്ടായിരുന്നു, പക്ഷേ പുട്ടുണ്ട്. പക്ഷെ എന്നാലും പൊറോട്ട കണ്ടപ്പോൾ അവിടെ രാവിലെ പോരുന്ന സമയത്ത് പൊറോട്ട ഉണ്ടാക്കുന്ന കണ്ടു. അപ്പോൾ 4 പൊറോട്ട വാങ്ങിയിട്ട്, നല്ല പൊറോട്ട പൂതി വെച്ച് വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പൊറോട്ടയും ചെറുപയർ കറിയും കഴിക്കുകയാണ് ഗൈസ്. കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ള ചോറും രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രസം കൂടെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് വേഗം വരാം. രസം നമ്മൾ അടുപ്പത്ത് കയറ്റിട്ടോ, ഗ്യാസുമ്മേൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. ബീട്രൂട്ട് നമ്മുടെ ഉപ്പേരി ഇതേ അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ. അതേപോലെ രസം തക്കാളിയും ഇതൊക്കെ വേവിച്ചിട്ടുണ്ട്. ഇനി പുളി പാരാനുണ്ട്, രസപ്പൊടി ഇടാനുണ്ട്, മല്ലിച്ചപ്പ് ഇടാനുണ്ട്, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഉപ്പേരിയായി, അതുപോലെ രസമായിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ കുറച്ച് പരിപാടികളുണ്ട്. പരീക്ഷ പേപ്പർ, കുട്ടികളുടെ എക്സാം കഴിയുന്നതിൻ്റെ എക്സാം പേപ്പർ കുറച്ച് നോക്കാനുണ്ട്, അത് നോക്കാനുണ്ട്. അപ്പം ഞാൻ പരിപാടി നോക്കട്ടെ. അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. രസമുണ്ട്, പപ്പടമുണ്ട്, നമ്മളെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട്. അപ്പോൾ ഇനി ഇത്രയും ഫുഡ് കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കാര്യങ്ങൾ കുറച്ച് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നറിയില്ല. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം. ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ചിട്ടോ. ഉറങ്ങി എണീച്ചപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ, ഒഴിവുള്ള ദിവസങ്ങളിൽ ഒരു 4-5 അടുപ്പിച്ചെടുത്ത് വെക്കലാണ്. മറ്റേ ക്ലാസ് കഴിഞ്ഞാൽ നേരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. വീഡിയോ ആകുമ്പോൾ സെറ്റാവും വിചാരിക്കാം. എല്ലാവരും ചോദിക്കാറുണ്ട് മേക്കപ്പ് കുറവാണല്ലോ, കുറച്ചധികം ചെയ്തുകൂടെ, റീലൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും നല്ല ഫിൽറ്റർ മേക്കപ്പൊക്കെ ഇല്ലേ എന്നൊക്കെ. അതുകൊണ്ട് യൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ സ്ഥിരം വീഡിയോ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അതൊന്ന് പറയണേ. എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഇവിടെ നിന്ന് എടുക്കുന്നത്. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചൂടെ എന്നുള്ളത്. പക്ഷേ എനിക്കെന്തോ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. നാട്ടുമ്പുറമാണ്, പക്ഷെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അതായത് നമ്മൾ റീൽ എടുക്കാൻ പോവാം. ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ 2 റീൽ എടുത്തു കേട്ടോ. 2 റീൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ലിപ്സിംഗ്, ഒരു ഡാൻസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വൈകാതെ തന്നെ നമ്മളത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇപ്പോഴും എന്നെ ഫോളോ ചെയ്യാത്താരാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഇൻസ്റ്റയുടെ ഐഡി ഒന്നും ഇവിടെ കൊടുക്കാം, അതിൽ കയറി ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ അതേ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ സാധനം ഞാൻ അവിടെ നിന്ന് പറിച്ചു കേട്ടോ. നമ്മളെ സിനിമയിലൊക്കെ സിനിമ നടിമാരൊക്കെ പാടത്തിലൂടെ ഓടുമ്പോൾ പിറക്കുന്ന ഈ സാധനമല്ലേ, കൈ കൊണ്ടൊക്കെ വീശുന്നു. ഈ സാധനം പറിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അത് കൊഴിയുന്നത് കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ ഗൈസ്.